ഇവർ വിവാഹിതരായി ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അജയ് പോയി അഞ്ജനയും അതേപോലെ ഭവാനിയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം അഞ്ജന വിചാരിക്കുന്നത് അജയ്ക്ക് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വിളിക്കാൻ വന്നതെന്നുള്ള രീതിയിൽ അഞ്ജനും ഭവാനിയും കൂടെ നേരെ സൗഭാഗ്യപുരത്തേക്ക് വരുന്നുണ്ട്. അപ്പം അവിടെ വരുമ്പം മുത്തശ്ശിയാണെങ്കിൽ ഇവരെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശി വാശി പിടിച്ചിരിക്കുകയാണ് അജയ് എടുത്ത്, നീ പോയി തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവരണം, നീ അഞ്ജനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ അവർ വരുത്തുള്ളൂ, എൻ്റെ കൊച്ചുമോൾ ഇങ്ങനൊരു സ്ഥലത്ത് ജീവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ മുത്തശ്ശി അജയെടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അജയ് സമ്മതിക്കുകയാണ് അഞ്ജനയും ഭവാനിയും വിളിച്ചോണ്ട് വരാമെന്ന്. പക്ഷേ അഞ്ജനയായിട്ടുള്ള വിവാഹത്തിന് ഇപ്പോഴും താല്പര്യമില്ല അജയ്ക്ക്. അങ്ങനെ അഞ്ജനയും ഭവാനിയും കൂടെ നേരെ മുത്തശ്ശിയെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവസാനം അജയ് മോളുമായിട്ടുള്ള വിവാഹം സമ്മതിക്കുമെന്ന്. അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചുകൊണ്ടാണ് അവിടെ വന്ന് മോളെ വിളിക്കാൻ തയ്യാറായതെന്ന് മുത്തശ്ശി പറയാണ്. അതുകൊണ്ട് മോളെ വിഷമിക്കേണ്ട, എന്തായാലും നിങ്ങളുടെ വിവാഹം ഉടനെ നടക്കും. എത്രയും പെട്ടെന്ന് അടുത്ത ഒരു മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ നിശ്ചയം നടത്തണം. അത് കഴിയുമ്പോൾ കല്യാണം. നിശ്ചയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കുറച്ച് ഒതുങ്ങിക്കോളും. പിന്നെ മോളുടെ ഇഷ്ടം പോലെ അവൻ മോളെ ഇഷ്ടപ്പെട്ടോളും. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നിശ്ചയം നടത്താൻ തീരുമാനിക്കുകയാണ്. അപ്പം അതിനുശേഷം ഭവാനിയും അഞ്ജനയും മുറിയിൽ ചെല്ലുമ്പോഴും ഭവാനി പറയുന്നത് ഇത് തന്നെയാണ്, എത്രയും പെട്ടെന്ന് വിവാഹം നടക്കണം, നിശ്ചയം നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ വിവാഹം നടത്തണം, അല്ലെങ്കിൽ അവൻ്റെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറാം, അവൻ്റെ ഓന്തിൻ്റെ സ്വഭാവമോ എപ്പോൾ വേണമെങ്കിലും അവൻ്റെ മനസ്സ് മാറാം. ഇപ്പം മുത്തശ്ശിയുടെ വാശിപ്പുറത്ത് മാത്രമാണ് അവൻ നമ്മളെ വിളിക്കാൻ വന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആ മനസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് വിവാഹം കൂടെ നടത്തണമെന്ന് ഭവാനി അഞ്ജനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അഞ്ജന പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, ഇവിടം വരെ കൊണ്ടെത്തിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ അജയെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്ന് അഞ്ജന പറയുന്നുണ്ട്. എന്തായാലും ഭവാനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശേഷം അജയ് ആണെങ്കിൽ ഭൂമിയെ കാണാൻ ചെല്ലുന്നുണ്ട്. അജയ് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടുത്തെ കോഫി ഷോപ്പ് ഭൂമി അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഭൂമിയും കൊണ്ട് നേരെ അജയ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോഴും ഭൂമിയാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ തന്നെയാണ്. അംബികയുടെ കേസ് ഒന്നും ആയിട്ടില്ല. അപ്പം അജയ് പറയുന്നുണ്ട്, അജയ്ക്ക് കോഫി ആയിട്ട് വരുന്നുണ്ട് ഭൂമി. അപ്പോഴും അജയ് എടുത്ത് ഭൂമി പറയുന്നുണ്ട്, സാറേ എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് എൻ്റെ അമ്മ ഇറങ്ങുമെന്ന്. അപ്പം അജയ് പറയുന്നുണ്ട്, ഭൂമി വിഷമിക്കേണ്ട, ഭൂമിക്ക് വേണ്ടുന്ന സഹായം എല്ലാം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അംബിക നിരപരാധിയാണെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുമെന്ന് ഉറപ്പ് കൊടുക്കുവാണ് അജയ്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ പുറത്ത് വന്നില്ലെങ്കിൽ എനിക്ക് മറ്റാരുമില്ല ഈ ലോകത്ത്. എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട് ഇനി അമ്മയും കൂടെ നഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ട് അമ്മയെ രക്ഷപ്പെടുത്താൻ ഞാൻ ഏതറ്റം വരെ പോവും സാറേ, സാറിനെ വിഷമിപ്പിക്കേണ്ട വന്നതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്. അപ്പം അജയ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അന്നേരത്തെ ആ ഒരു ദേഷ്യപ്പുറത്ത് എനിക്ക് അത് കൂടുതൽ ചിന്തിക്കാഞ്ഞുകൊണ്ട് പറ്റിയതാണ്. ഇപ്പം എനിക്ക് ഭൂമിയുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നും പറഞ്ഞിട്ട് ഭൂമി ഭയങ്കര വിഷമത്തോടെ അങ്ങ് പോകുന്നുണ്ട്. അപ്പം അജയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. ഈ സമയത്ത് സൗഭാഗ്യപുരത്ത് എല്ലാവരും കൂടെ അജയുടെ നിശ്ചയം ഉറപ്പിക്കുകയാണ്. അങ്ങനെ രാവിലെ അജയ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നേരത്ത് സംഗീത വന്ന് പറയുന്നുണ്ട്, മോനെ നീ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തണം, ഉറപ്പായിട്ട് എത്തണം, ഇവിടെ ഒരു പൂജയുണ്ട്, ആ പൂജയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്, നീയും എത്തണം, അതിന് വേണ്ടുന്ന ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എത്തിക്കാം എന്നൊക്കെ സംഗീത പറയുന്നുണ്ട്. അതമ്മേ ഞാൻ വരാൻ ചിലപ്പം വൈകും, എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ, അതൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ ഓഫീസിലായിട്ടൊക്കെയല്ലേ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംഗീത പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഈ പൂജയ്ക്ക് എല്ലാവരും വരണം, നീയും എത്തിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അജയ് നിവർത്തിയില്ലാതെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആ പൂജയുടെ സമയമായപ്പോഴത്തേക്ക് അജയ് വരികയാണ്, ഡ്രസ്സൊക്കെ മാറി ഒരു കല്യാണ ചെറുക്കനെ പോലെ വരികയാണ്. അപ്പം വരുമ്പോൾ തന്നെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ മാധവനും സംഗീതയും അജയുടെ സഹോദരിയും കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞാണ് അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അജയ് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇത്, എന്താ ഒരു പ്രത്യേകത, ബാക്കിയുള്ളവരൊക്കെ എന്താ, അതൊക്കെ ഉണ്ടടാ മോനെ, ഈ പൂജയുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ അവർ നാലുപേരും കൂടെ വരികയാണ്. അങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഡോറ് തുറക്കുമ്പോൾ അകത്ത് ഭയങ്കരമായിട്ട് അലങ്കരിച്ച് എന്തോ വലിയ ഫംഗ്ഷൻ നടക്കാൻ പോകുന്ന പോലെ ഒരു പ്രതീതിയാണ് അജയ്ക്ക് ഉണ്ടാകുന്നത്. അജയ്ക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഭയങ്കര ആഘോഷവും ഒരുക്കങ്ങളും എല്ലാം നടക്കുന്നത്, പക്ഷേ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും പൂജയും കർമ്മങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. തിരുമേനി അവിടെ ഇരുന്ന് പൂജ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മുത്തശ്ശി ഡോറ് തുറന്ന് ഇറങ്ങി വരുന്നത്. മുത്തശ്ശിയും നന്നായിട്ട് ഒരുങ്ങി എന്തോ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്ന പോലെ നന്നായിട്ട് ഒരുങ്ങിയൊക്കെയാണ് വരുന്നത്. അങ്ങനെ അജയെ പിടിച്ച് അവിടെ എല്ലാവരും കൂടി ഇരുത്തുന്നുണ്ട്. ആ സമയത്ത് സത്യദാസും എല്ലാവരും ഉണ്ട്. അപ്പോഴാണ് അഞ്ജന ഒരു വധുവിനെ പോലെ ഒരുങ്ങി വരുന്നത്, മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് എല്ലാവരും കാണുന്നത്. അജയ് ഇങ്ങനെ സംശയത്തോടെ നോക്കുന്നുണ്ട്. പക്ഷേ ആരും ഒന്നും അജയോട് പറയുന്നില്ല. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്.
ഭവാനി ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അവിടെ അജയുടെയും അഞ്ജനയുടെയും നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അജയ് മാത്രം മനസ്സിലാക്കുന്നില്ല. അജയെ അറിയാതെ എല്ലാവരും കൂടെ അജയുടെ നിശ്ചയം നടത്താനുള്ള പുറപ്പാടിലാണ്. ഈ സമയത്താണ് അഞ്ജന ഒരുങ്ങി വരുന്നത്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അജയ് പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. അങ്ങോട്ടേക്ക് അഞ്ജനയും വരുന്നുണ്ട്. അങ്ങനെ ഭവാനി കൊണ്ടുവന്ന് അജയ് എടുത്തുകൊണ്ടുവന്ന് അഞ്ജനയെ ഇരുത്തുന്നുണ്ട്. അപ്പം എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും ചുറ്റിനും ഇങ്ങനെ നിൽക്കുകയാണ്. തിരുമേനി അവിടെ എന്തൊക്കെയോ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അജയ്ക്ക് മനസ്സിലായത് എല്ലാവരും കൂടെ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതാണ്. ഇവിടെ പൂജയും മറ്റൊന്നുമല്ല നടക്കുന്നത്, തൻ്റെ നിശ്ചയമാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അജയ് അവിടുന്ന് ചാടി എണീക്കുകയാണ്. അപ്പം ഇത് കാണുമ്പോൾ അഞ്ജന ഞെട്ടുന്നുണ്ട്. അപ്പം അജയ് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നത്? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ എവിടെ ഇരുന്നേ, എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾ പറയാം, നീ എവിടെ ഇരിക്കാൻ പറയാണ്. മുത്തശ്ശി, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇരിക്കത്തുള്ളൂ, എന്താണ് എന്നോട് പറ. ഇവിടെ പൂജയും മറ്റുമൊന്നും അല്ല നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയെന്ന് അജയ് പറയുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ഇവിടെ നടക്കുന്നത് അഞ്ജനയുടെയും നിൻ്റെയും വിവാഹ നിശ്ചയമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അജയ് ഞെട്ടുന്നുണ്ട്. എന്താണ് മുത്തശ്ശി പറഞ്ഞത്? അതെ, നിൻ്റെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയം. നിനക്ക് വിവാഹത്തിന് സമ്മതമായതുകൊണ്ടല്ലേ അഞ്ജനയും ഭവാനിയും നീ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹ നിശ്ചയം നടത്തി വെക്കാമെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. വിവാഹം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ നിശ്ചയം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. നിൻ്റെയും അഞ്ജനയുടെയും വിവാഹം നടക്കുമെന്ന് ഭവാനിക്കും അഞ്ജനയ്ക്കും ഒരു ഉറപ്പ് വേണം. എന്നാൽ മാത്രമേ അവരിവിടെ തുടരത്തുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തി വെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് മുത്തശ്ശി പറയാണ്. അല്ലെങ്കിലും ഇത് എന്നായാലും നടത്തേണ്ട കാര്യമല്ലേ, ഇച്ചു കുറച്ച് നേരത്തെ ആയെന്നേ ഉള്ളൂ എന്ന് മുത്തശ്ശി പറയാണ്. അപ്പോൾ അജയ് ആണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര വിഷമത്തോടും ദേഷ്യത്തോടും പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ സമ്മതം ചോദിച്ചോ? എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞോ? പൂജയാണെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് നിശ്ചയം നടത്താമെന്ന് വിചാരിച്ചോ എന്ന് അജയ് ചോദിക്കുകയാണ്. അപ്പോൾ സംഗീത പറയാണ്, ഇതെന്നായാലും നടക്കേണ്ട കാര്യമല്ലേ, പിന്നെന്താ നീ എതിർക്കുന്നതെന്ന് പറയാണ്. ഈ നിശ്ചയത്തിന് എനിക്ക് താല്പര്യമില്ലെന്ന് അജയ് പറയുകയാണ്. എനിക്ക് അഞ്ജനെ എൻ്റെ ഭാര്യയാക്കാൻ താല്പര്യമില്ല, ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് അജയ് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അഞ്ജന ഒന്ന് ഞെട്ടുന്നുണ്ട്. മുത്തശ്ശി വയ്ക്കുന്നുണ്ട്, നീ എന്താ അങ്ങനെ പറഞ്ഞത്, നീ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അജയ് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്തായാലും ഈ നിശ്ചയം നടക്കത്തില്ല എന്ന് അജയ് തറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്.